എക്സാമ്പിളാണ് മിസ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്ര ശതമാനത്തിലാണ്, എത്ര അനുപാതത്തിലാണ് പുരുഷന്മാർക്ക് സ്ത്രീകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. എത്രയാണ്? അതായത് 932 നമ്പറിലെ ഫീമെയിൽസ് പെർ എത്ര ശതമാനം ആളുകൾക്ക് 1000 മെയിൽസ്. ഓക്കെ, ഇതാണ് അതായത് in India. Okay, per capita we are using the world statistics of plural sense. അതായത് വേൾഡ് ലോക സാമ്പത്തിക കണക്ക് ന്യൂമറിക്കൽ സംഖ്യാശാസ്ത്രത്തിൽ, ലോക സംഖ്യാശാസ്ത്രത്തിൽ പൊതുവേ ഇന്റർനാഷണലി ഒക്കെ നോക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയെ നോക്കുമ്പോൾ എന്താണ്? ഇൻ ഇന്ത്യ 932% ഫീമെയിൽ പെർ 1000 മെയിൽസ്. അപ്പോൾ ഇതൊരു സംഖ്യാപരമായ കണക്കാണ് അല്ലേ, ഇതൊരു കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, കാൽക്കുലേഷൻസ് ആണ്. എന്തിൻ്റെ? സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ സർവേകൾ, ഫങ്ഷൻസ്, നമുക്ക് എന്തെങ്കിലും പിന്നെ എന്താ പറയുക, അനലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ഘടകം, ഇനിയിപ്പം മിസ് ഒരു ഫാക്ടറിയാണ് എക്സാമ്പിൾ പറഞ്ഞതെങ്കിലും അതൊരു പക്ഷേ എന്താവാം, അതെന്തോ ഒരു മാർക്കറ്റിംഗ് ഏരിയ ആവാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലാതെ തന്നെ പല നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, അതായത് കമ്പനി മാത്രമല്ല, ഇപ്പോൾ ഒരു പഞ്ചായത്താണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ബാങ്ക് ആണെങ്കിൽ, ബാങ്കിൽ എന്തുണ്ടാവും? എംപ്ലോയീസ് ഉണ്ടാവും. അവിടെ ചിലപ്പോൾ സാലറീൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. പഞ്ചായത്ത്, നമ്മൾ അറിയുന്ന പഞ്ചായത്തിൽ എന്തെങ്കിലും എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറി മാറി വരുമ്പം സാലറി സ്കെയിലും കാൽക്കുലേഷനൊക്കെ നോക്കുമ്പം അതിലും എന്താണ് വരുന്നത്? ഡാറ്റ കളക്ഷനും അനലൈസേഷനും ഇൻ്റർപ്രിട്ടേഷനും പ്രസൻറ്റേഷനുമാണ്. അപ്പോൾ ഈ നിങ്ങൾ കാണാതെ എന്തായാലും ബൈ ഹാർട്ട് ജസ്റ്റ് പഠിച്ചിരിക്കണം. ഡാറ്റ കളക്ഷൻ, അനലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഓക്കെ, ഈ പ്രസൻറ്റേഷനിലാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് വരുന്നത് അല്ലേ. ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതായാണ്, അതിപ്പോൾ എന്താവാം, മാർക്കറ്റിങ്ങിലാവാം, ബാങ്കിങ്ങിലാവാം, പഞ്ചായത്തിലാവാം, ഫാക്ടറി കമ്പനീസിലാവാം, അങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് ആവാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആയി കാണുന്ന എന്തോ ആയിക്കോട്ടെ, എന്ത് ഒഫീഷ്യൽ എക്സ്ചേഞ്ചുള്ള എന്തെങ്കിലും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് നടക്കുന്ന ഈ ഒരു സംഭവം. ഈ 4-5 മിസ് എഴുതി തന്ന ഈ സംഭവങ്ങൾ എന്തിനുള്ള ആധാരമാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ഇൻ സിംഗുലർ സെൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ സിംഗുലർ സെൻസിൽ നമുക്ക് എങ്ങനെ വിഭാവനം ചെയ്യാം? ഓക്കെ, വേൾഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ്, സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? വേൾഡ് പോപ്പുലേഷൻ കാൽക്കുലേഷൻ. ഓക്കെ, കാൽക്കുലേഷൻ നമ്മുടെ ലോക ജനസംഖ്യ കണക്കാണ് എന്തിൽ പറയുന്നത്? സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫങ്ഷൻസ് അത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു, എലമെൻറ്റ്സ് മറന്നുപോയത്. ഡാറ്റ കളക്ഷൻ, അനലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോവരുത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഏത്? ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഫസ്റ്റ് ഇറ്റ്സ് എ പ്രോപ്പർ ഫോം.
അതൊരു പ്രോപ്പർ ഫോമാണ് അല്ലേ. ദ പ്രസൻറ്റ് ഫാക്ട്സ് ഈസ് എ പ്രോപ്പർ ഫോം. ദെൻ സിംപ്ലിസിറ്റി അൺവൈഡ്ലി ഇൻ കോംപ്ലക്സ് ഡാറ്റ. സിംപ്ലിസിറ്റി അൺവൈഡ് കോംപ്ലക്സ് ഡാറ്റ, അതായത് രണ്ടാമത്തെ പോയിന്റ് സിംപ്ലിഫൈ. സിംപ്ലിഫൈ ടു കോംപ്ലക്സ്. ഓക്കെ, കോംപ്ലക്സ് ഡാറ്റ. പിന്നെ പറയുന്നത് ഇതിൽ നെക്സ്റ്റ് പോയിന്റ് ടു പ്രൊവൈഡ് ടെക്നിക്. പിന്നെ പറയുന്നത് ടു ഫോർമുലേറ്റ് പോളിസീസ്. ഫോർകാസ്റ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് മാറിപ്പോകരുത്, ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഈ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർ ഫോം. ഇറ്റ്സ് എ പ്രോപ്പർ ഫോം. എന്ത് പ്രോപ്പർ ഫോം? ഇറ്റ്സ് എ ഇറ്റ്സ് എ പ്രോപ്പർ ആൻഡ് സിംപ്ലി ടു കോംപ്ലക്സ്. മീൻസ് ഇതെങ്ങനെ സിംപ്ലിഫൈ ടു കോംപ്ലക്സ് ഡാറ്റ, അതായത് പിന്നെ കോംപ്ലക്സ് ഡാറ്റയെ എന്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യുന്നു അല്ലേ. കോംപ്ലക്സ് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ന്യൂമറിക്കൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഇങ്ങോട്ടാണ് കോംപ്ലക്സ് ഡാറ്റ ടു സിംപ്ലിഫൈ. ഓക്കെ, ആരോ മാർക്ക് നമുക്ക് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ദെൻ ടു പ്രൊവൈഡ് ടെക്നിക്. പലതരം കാൽക്കുലേഷൻ ടെക്നിക്സും നമുക്ക് പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ത്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ ഫംഗ്ഷൻ അതിൽ ഫസ്റ്റ് പ്രോപ്പർ ഫോം പ്രൊവൈഡ് ടു ടെക്നിക്. പല പുതിയ ടെക്നിക്സുകൾ നമ്മളെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ടു പ്രസൻറ്റ് ഫാക്ട് ഇൻ പ്രോപ്പർ ഫോം. ഫസ്റ്റിലെ പോയിന്റ് ടു പ്രോപ്പർ ഫോം എന്ന് പറഞ്ഞാൽ ടു പ്രസൻറ്റ് ഫാക്ട് ഇൻ എ പ്രോപ്പർ ഫോം. അതായത് ഒരു പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ടു പ്രസൻറ്റ് എ ഫാക്ട്, അതായത് സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ചെയ്യുന്നു അല്ലേ. അതായത് ന്യൂമറിക്കലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലാണ്, കറക്റ്റ് കാൽക്കുലേഷനാണ്. അവിടെ എന്താണ് അപ്പോൾ ഫാക്റ്റാണ്. ഓക്കെ, ഫാക്റ്റായിട്ട് മാത്രമേ കറക്റ്റ് എന്താ പറയുക കാൽക്കുലേഷൻ ഗുഡായിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ടു പ്രസൻറ്റ് ഫാക്ട് ഇസ് എ പ്രോപ്പർ ഫോം. നെക്സ്റ്റ് സിംപ്ലിഫൈ അൺവൈഡ്ലി ആൻഡ് കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ഡാറ്റയൊക്കെ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യുന്നു. ഇതൊക്കെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ പ്രോപ്പർ ഫോമിലേക്ക് മാറ്റുന്നു. ആൻഡ് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്നു. ടു പ്രൊവൈഡ് ടെക്നിക്. പുതിയ ടെക്നിക്സ് അല്ലേ, അതായത് ന്യൂമറിക്കൽ സംഖ്യാപരമായി പുതിയ ടെക്നിക്സ് നമുക്ക് കണ്ടുപിടിച്ച് തരുന്നു. ടു ഫോർമുലേറ്റ് പോളിസീസ്. പുതിയ ഫോർമുലാസ്, അതായത് മാത്സിൽ നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും പുതിയ ഫോർമുലാസ് കണ്ടുപിടിക്കുമ്പോൾ പുതിയ ഫങ്ഷൻസും അതിനുള്ള എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ടു ഫോർമുലേറ്റ് പലതരം പോളിസീസ് ആപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ എന്തിനും ഉപകാരപ്പെടുന്നു എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. അതും എന്താണ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. Then to provide techniques to formulate making comparison, കമ്പാരിസൺ ചെയ്യാൻ, അതായത് നമുക്ക് ഡാറ്റാസിനെ കമ്പാരിസൺ ചെയ്ത് അനലൈസ് ചെയ്യാനൊക്കെ എന്തുപകരിക്കുന്നു, എന്തിൻ്റെതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫംഗ്ഷനാണ്. ദെൻ ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനോമിന. ഡിഫറെൻറ്റ് ഫിനോമിന മീൻസ് നമുക്ക് പലതരം സെക്ഷനിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫറൻസും അതെങ്ങനെ താരതമ്യം ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. ഫോർകാസ്റ്റ് ഫ്യൂച്ചർ വാല്യൂസിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദ മെഷർ ഓഫ് അൺസർട്ടനിറ്റി. ഓക്കെ, ദ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ആൻഡ് ടു ഡ്രോ എ വാലിഡ് ഇൻ്റർഫറൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓൾസോ യൂസ്ഫുൾ ടു ഡ്രോയിങ് ഇൻ്റർഫറൻസ് ടു ദ
കമ്പനീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂണിവേഴ്സ്. മൊത്തത്തിൽ ഒരു കമ്പനി മാത്രമല്ല, നമ്മൾ കുറേ എക്സാമ്പിൾ പറഞ്ഞു. കമ്പനി ആയാലും ഇപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സലുള്ള എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിൽ കറക്റ്റ് എന്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് എല്ലാത്തിലും യൂസ് ചെയ്യേണ്ടത്. ആദ്യം അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം, അറ്റ് ലാസ്റ്റാണ് അത് പ്രസൻറ്റേഷൻ ചെയ്യുക. പ്രസൻറ്റേഷനിലാണ് അതിൽ എന്ത് വരുന്നത്, ഡിസിഷൻ മേക്കിംഗ് വരിക. അതിൽ ലാസ്റ്റ് കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴാണ് എന്ത് പൂർത്തിയാവുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന മെത്തേഡ് പൂർത്തിയാവുന്നത്. ഇറ്റ്സ് എ ന്യൂമറിക്കൽ സയൻസ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക.